1950 മുമ്പ് കുടിയേറിയ മൂന്നാറിലെ തമിഴ് വിഭാഗത്തിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് രാജ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കൽ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. ഭേദഗതികളടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതിനകം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സർ, കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നിലവിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർ ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഈ സഭയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. സർ, ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് സാർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, 1800 മുതൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും 1950 മുമ്പ് സർ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ 6ഉം 7ഉം തലമുറകളായി തോട്ടം മേഖലയിലും മറ്റു ആവശ്യങ്ങൾക്കുമായി കുടിയേറിയവരും സ്ഥിര താമസമാക്കിയവരുമാണ് സർ. സർ, 1950 പ്രസിഡൻഷ്യൽ ഉത്തരവ് അനുസരിച്ച് കേരളത്തിലെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ 1950 മുമ്പ് കേരളത്തിൽ എത്തിയത് തെളിയിക്കുന്ന രേഖകളുണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. സർ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പട്ടികയിൽ ആവശ്യപ്പെടുന്ന സമുദായം ഉണ്ടായിട്ട് പോലും ആധികാരികമായിട്ടുള്ള രേഖകൾ ഇല്ലാത്തതിനാൽ ജാതി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സാർ അനുഭവപ്പെടുന്നത്. 1950 മുൻപ് ഇതര സംസ്ഥാനത്ത് നിന്ന് കുടിയേറുകയും കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത തമിഴ് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമാണ് നിലവിലെ ചട്ടപ്രകാരം ജാതി സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരുന്നത്. ഈ കാലപരിധി 1970 ജനുവരി 1 മുൻപായി പുനർനിർണയിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നടുവട്ടം ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നു. 1950 മുൻപ് കേരളത്തിലുണ്ടായിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസ് ഭരണമേഖലകളിലെ കുടിയേറ്റം, സ്ഥിരവാസം എന്നിവ സംബന്ധിച്ച് ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ നിലവിലെ വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആയതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയൂ. കേരളത്തിലേക്ക് കുടിയേറിയ ഒരാൾക്ക് സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി 16/4/2025 ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 26/8/2025 ചേർന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 1900 മുമ്പ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ? സർ, ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റ് താലൂക്ക് തലത്തിൽ പ്രസിദ്ധീകരിച്ച് ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അതിനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.